അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഭാരതീയ ജനതാ പാർട്ടി ഒക്കൽ പഞ്ചായത്ത് സമിതിയുടെ സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിരവധി ത്യാഗധനരായിട്ടുള്ള ഈ കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഈ പരിപ്പ് ഈ കേരളത്തിൽ വേവുകില്ല RSSകാരാ എന്ന് മുദ്രാവാക്യം വിളിച്ച് നമ്മളെല്ലാം കളിയാക്കി നടന്നിരുന്ന ഒരു കാലഘട്ടത്ത് BJP-കാരനാണെന്ന് കേട്ടാൽ അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പുച്ഛത്തോടെ BJP-യുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പതാകയും ഏന്തി ഈ പെരുമ്പാവൂരിന്റെയും അതുപോലെ തന്നെ ഒക്കലിന്റെയും കേരളത്തിന്റെയും തെരുവീതികളിൽ ഒന്നും നേടാനില്ല എന്നറിഞ്ഞിട്ടും ഇനി എന്തെങ്കിലും നേടാൻ കഴിയുമോ എന്ന് പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ നയിച്ച വേലായുധൻ ചേട്ടനെ പോലുള്ള അതുപോലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ചേട്ടനെ പോലുള്ള അവരുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണം. ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ ശ്രീ AK ശിവൻ, நீங்க தங்க நகையுடன் வந்தால் മയസ് മേനോൻ, വർഗീസ് MP. ദേശീയ സമിതി അംഗം PM വേലായുധൻ ആമുഖ പ്രഭാഷണം നടത്തി. പെരുമ്പാവൂരെ ഒരു ഉസ്മാൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉസ്മാൻ ഈ ഞായറാഴ്ച മിക്കവാറും പരസ്യമായി BJP ചേരും. നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രനായിട്ടാണ്. ഇന്നലെ കാണാൻ വന്നിരുന്നു. ജനങ്ങൾ മാറുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഈ രാജ്യത്തെ വർഗീയ പാർട്ടിയല്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, ഈ 4 കാര്യങ്ങൾ മോഡിജി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ കണ്ട, ഭാരതം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ അനിഷേധ്യ നേതാവാണ് ആരാധ്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ദാമോദർ ദാസ് നരേന്ദ്രമോദി. ആ മോഡിയുടെ കീഴിൽ കോടാനുകോടി ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് ദൈനംദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ഇച്ഛിക്കാതെ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കർഷക തൊഴിലാളികൾ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ ഒപ്പിട്ടത് 2014 കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. കർഷകരുടെ ക്ഷേമം. പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് നിഷ ഷിബു അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ മോർച്ച നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ദേവച്ചൻ പടയാട്ടിൽ, SC ജില്ലാ ഉപാധ്യക്ഷൻ AK ശിവൻ, മണ്ഡലം സെക്രട്ടറി പഞ്ചായത്തിന്റെ പ്രഭാരിയുമായ മാർട്ടിൻ വർഗീസ്, പഞ്ചായത്ത് ഇലക്ഷൻ ഇൻചാർജ് AN അജിത് കുമാർ, പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി NV മജേഷ്, ജില്ലാ പഞ്ചായത്ത് കാലടി ഡിവിഷൻ സ്ഥാനാർത്ഥി സാന്ദ്ര സുരേഷ്, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ OP രാജു, നിഷ ഷിബു, 17 സ്ഥാനാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി സംഗമമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ അനുകൂല സ്ഥിതിയാണ് ഇന്ന് എല്ലായിടത്തും ഉള്ളത്. ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള രാജ്യപുരോഗതിക്കും ജനനന്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ, അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇന്ന് ജനങ്ങളിൽ ഏറെ മതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും 50 കോടി രൂപ മുടക്കി ഇവിടെ വനിതാ മുതൽ പിടിച്ച് ബിന്ദു അമ്മിണിയെ പോലുള്ള ആളുകളെ ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവിടേക്ക്
പാതിരാത്രിയുടെ മറവിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി, ആയിരക്കണക്കിന് പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിൽ കയറ്റിയ ചരിത്രം നമുക്കറിയാം. നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം വേലാഞ്ചേട്ടനൊക്കെ നമ്മുടെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പാതിരാത്രിക്ക് ഞങ്ങള് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച ഒരു സമരം ആ സമയത്ത് നടന്നു. നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നമ്മുടെ ടീച്ചർ അറസ്റ്റ് ചെയ്ത സമയത്ത്